ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന റിലേ സത്യാഗ്രഹം 23-ാം ദിവസം PDP കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. PDP ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം സമരം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതി നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിൽ 23-ാം ദിവസം PDP കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പങ്കാളിയായി. PDPയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരം PDP ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം ഉദ്ഘാടനം ചെയ്തു. 1.5 വർഷക്കാലമായി കായംകുളത്തിൻ്റെ ഹൃദയത്തെ വെട്ടിമുറിക്കുന്ന തരത്തിൽ നാഷണൽ ഹൈവേയുടെ വികസനത്തിൻ്റെ പേരിൽ നാഷണൽ ഹൈവേ അതോറിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു തെറ്റായതും അശാസ്ത്രീയമായതുമായ ഒരു പ്രവണതയ്ക്കെതിരെ ആണ്. കായംകുളത്തിൻ്റെ ഹൃദയത്തെ മതിൽ കെട്ടിത്തിരിക്കുന്ന ഒരു സമീപനമാണ് ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ നടന്നു വരുന്നത്. കായംകുളത്തിൻ്റെ ഒരു വിശാലതയുണ്ട്. ആ വിശാലതയുടെ മുഴുവൻ ഹൃദയഭാഗവും ഹൈവേയുടെ നിലവിലുള്ള കിഴക്ക് ഭാഗത്താണ് ഉള്ളത്. മുനിസിപ്പാലിറ്റി ആകട്ടെ, ഹോസ്പിറ്റലിലാകട്ടെ, പോലീസ് സ്റ്റേഷനാകട്ടെ, അങ്ങനെ ഒട്ടനവധി കായംകുളത്തിൻ്റെ വികസന മേഖലകളെല്ലാം കിടക്കുന്നത് ഹൈവേയുടെ കിഴക്ക് മേഖലയിൽ. ഗുണഭോക്താക്കളാകട്ടെ ഒരു പരിധിയിലധികം, കായംകുളത്തിൻ്റെ പകുതിയിലധികം തീരദേശ പ്രദേശമായ പടിഞ്ഞാറൻ സൈഡിലുമാണ് വസിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ഹൈവേ വികസനത്തിൻ്റെ പേരിൽ ഒരു പാലം തീർത്തുപോയാൽ ഇതിനെ രണ്ടായി വെട്ടിമുറിച്ചൊരു മതിൽ പണിയുന്ന, ഒരു മതിൽ കെട്ടി അതിനെ തിരിച്ചു മാറുന്നൊരവസ്ഥയിലേക്ക് പോകുന്നൊരു പ്രവണതയെ കായംകുളം നിവാസികൾക്ക് സ്വപ്നം കാണാൻ കഴിയില്ല, അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. തീർച്ചയായും ഹൈവേ അതോറിറ്റിയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും സർക്കാരും ആ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണം എന്നാണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കായംകുളത്തെ വെട്ടിമുറിക്കാതെ വേണം വികസനം എന്നതാണ് ഈ സമരസമിതിയുടെ ഉദ്ദേശം. തീർച്ചയായും അതങ്ങനെ തന്നെ നടത്തേണ്ടതുണ്ട്. കോൺക്രീറ്റ് തൂണിൽ തീർത്ത മനോഹരമായ പാലങ്ങൾ കായംകുളത്തിൻ്റെ പാദപ്രദേശങ്ങളിൽ, കരുനാഗപ്പള്ളിയിൽ, ഹരിപ്പാട്, അങ്ങനെ ഹൈവേയിലെ ഉടനീളമുള്ള മേഖലകളിൽ അത്തരത്തിലുള്ള വികസനങ്ങളുടെ ഭാഗമായി, ഹൈവേയുടെ ഭാഗമായിട്ടുള്ള പാലങ്ങളും റോഡുകളും നിർമ്മിക്കുമ്പോൾ കായംകുളത്തിനെ അവഗണിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായും അതിൻ്റെ അശാസ്ത്രീയതയെ തള്ളിക്കളഞ്ഞ് ശാസ്ത്രീയമായ ഒരു അവസ്ഥയിലൂടെ അത് പുനഃക്രമീകരിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ ഒരു റിലേ സത്യാഗ്രഹം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഒരു പ്രദേശത്തെ ജനങ്ങളെ ദുരിതത്തിലാട്ടുന്ന തരത്തിലേക്കുള്ള വികസനം, ആ വികസനത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഷംസുദ്ദീൻ പൂക്കുട്ടി അധ്യക്ഷനായി. മൻസൂർ കായംകുളം സ്വാഗതം പറഞ്ഞു. ഷുക്കൂർ മോറിസ്, ഷറഫുദ്ദീൻ രാമഞ്ചിറ, സിയാദ് രണ്ടാംകുറ്റി, YM ഷെരീഫ്, AR സജീവ്, YSR ഷാഹുൽ ഹമീദ്, ഷാജി ആലപ്രീടം, YM റഫീഖ്, H സലീം, അമീർ, സിദ്ദിഖ് കാക്കേന്ദ്ര, റഹീം രണ്ടാംകുറ്റി, ജനകീയ സമരസമിതി ചെയർമാൻ അബ്ദുൽ ഹാമിദ് ആയിരത്ത്, കൺവീനർ ദിനേശ് ചന്ദന, അജീർ യൂനിസ്, സജീർ കുന്നുകണ്ടം, സിയാദ് വണ്ണാമുറി, ജബ്ബാർ താനത്ത്, സത്താർ, രാജൻ പനക്കൽ, നിഹാസ്, അബ്ദുൾ അസീസ്, സജീബ്, സമീർ കോയിക്കലേത്ത്, സത്താർ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.